ഇത് ഒരു 4-5 ദിവസത്തിൽ കാണും. ഈ ചവിട്ടിലും കുത്തലും പ്രാഗയിലും അപവാദം വിളിച്ചു പറയലും. ഇന്നിപ്പോ ഒരുപാട് പറഞ്ഞു മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ്. സീറ്റ് കിട്ടാത്തതാണെങ്കിൽ ഇതിന്റെ മുമ്പ് വന്നാൽ പോലെ, ഇതിന് മുമ്പ് വന്നാൽ എന്തെല്ലാം സാധ്യത ഉണ്ടാവും. സീറ്റിന്റെ പ്രശ്നമല്ല ഞങ്ങൾ മുന്നിലുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായം ഒരുപാട് ദൂരം മാറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. ആ സമീപനത്തിന് അറുതി വരുത്താൻ സാധിക്കണം. അതിനാരെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചല്ലേ പറ്റൂ. ഞാൻ നിലപാട് സ്വീകരിച്ചപ്പോ എന്നെ കുറിച്ച് പറഞ്ഞ ചതിയനാണ്, വഞ്ചകനാണ്, പിന്നെ കോടതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞില്ല. ഇതിപ്പോ കോടതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവല്ലേ. എന്നെ കൊണ്ടുവന്നു പ്രധാനമായി ഏതാണ്ട് 35,000 വോട്ടുകൾ ഞങ്ങൾക്ക് ആ മണ്ഡലത്തിൽ കിട്ടിയതാണ്, LDF കിട്ടിയതാണ്. അത് എങ്ങനെ 2,700 വോട്ടായി മാറി എന്നതിന് ഈ പാവപ്പെട്ട CPയുടെ മലപ്പുറം ജില്ലാ കത്തുകളും ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുക. അതിന് ഉത്തരം പറയണം. അത് CPMന്റെ ആഫീസിൽ പോയി ചോദിച്ചാൽ അവരതിന് ഉത്തരം പറയുമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ നിലപാട് വ്യക്തമാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാത്തൊരു പ്രസ്ഥാനം, മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സാധിക്കാത്തൊരു പ്രസ്ഥാനം, ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം ഒരു പാർട്ടിയായി മാറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പോകണമെന്നുള്ളത് കൊണ്ട് എന്തായാലും ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാം ഈ സന്തോഷത്തിൽ പങ്കാളിയാവാനാണ്. വളരെ സന്തോഷകരമായ മുഹൂർത്തമാണ് നിങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച്, എന്നെയും സംബന്ധിച്ച് അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ്. നാളെ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ദിവസങ്ങളുടെ ഒരു തുടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും